നിങ്ങൾ ഫോൺ നോക്കിയോ? സമയം 10 ഇനി എപ്പോഴും പോണ ഓട്ടേ? രാവിലെ നല്ല തിരക്കായിരിക്കും, വെയിലൊക്കെ ഒന്ന് മാറട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാലേ വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. വളരെ കാലങ്ങൾക്ക് ശേഷം വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മഹത്തായ ദിവസമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം വോട്ട് ചെയ്യണം. നമുക്ക് രാവിലെ തന്നെ പോയി വോട്ട് ഇടാം. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിലും മഴയൊക്കെ. അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ വോട്ടിടാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല സൻരാജെ. ഇവരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് നമുക്ക് എന്തോ നേടാനാ? നമ്മളെല്ലാവരും നിർബന്ധമായി വോട്ട് ചെയ്തിരിക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, മനസ്സിലായ? അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വോട്ട് ചെയ്തിരിക്കണം. സൻരാജെ, ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതുവരെയ്ക്ക് അറിഞ്ഞൂടെ? ഒന്ന് പറയുക. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടേതായ ഭരണക്രമമാണ് ജനാധിപത്യം, മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വോട്ടിട്ടിരിക്കണം. അതൊക്കെ പോട്ട്, അണ്ണ ഈ തവണ ആർക്കാണ് വോട്ടിടേണ്ടത്? എന്റെ പാർട്ടി ഏതാണ് സൻലാന് ഇത്രയോ വർഷമായിട്ട് അറിയത്തില്ലേ? ഓ എനിക്കറിയാം, മറ്റേ പാർട്ടി നമ്മളാ. ഇന്നല്ലാതെ സൻരാജെ. അണ്ണാ, എങ്കിൽ പിന്നെ ഇന്നലെ അണ്ണന്റെ വീട്ടിൽ വന്ന എല്ലാ പാർട്ടിക്കാരോടും പറയാനായിട്ടല്ലോ എന്റെ വോട്ട് ഉറപ്പായും നിങ്ങൾക്കാണെന്ന്. ഇതെല്ലാം കൂടെ അണ്ണ എങ്ങനെയാണ് എല്ലാവരും കൂടെ വോട്ട് ചെയ്യൂ? സൻരാജെ, ഈ സ്ഥാനാർത്ഥികളെല്ലാം നമുക്കറിയുന്നവരും വേണ്ടപ്പെട്ടവരുമാണ്. നമുക്ക് ആരും വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ. ഓ ശരി. എങ്കിൽ പിന്നെ ശരിക്കും അണ്ണ ആർക്കായിരിക്കും വോട്ട് ചെയ്യണത്? സൻരാജെ, വീട്ടിൽ വരുന്നവരോട് വോട്ട് കൊടുക്കാം എന്ന് പറയുന്നത് എന്റെ മര്യാദ. ബൂത്തിൽ പോയിട്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നത് എന്റെ മൗലിക അവകാശം. പിന്നെ ഞാൻ ആർക്കാണ് വോട്ട് കൊടുത്തത് എന്ന് പുറത്ത് പറയാത്തത് എന്റെ മാന്യത. മനസ്സിലായോ സൻരാജ്? ഓ മനസ്സിലായി. പിന്നെ നമുക്ക് പോയി വോട്ടിട്ട് വരാം.